പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടും അവൻ്റെ വിധിവിലക്കുകൾ മാനിച്ചും ജീവിക്കുവാൻ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. നാം ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ തീ കോരിയുടുന്ന അനുഭവങ്ങളാണ് ദിനേനയെന്നോണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും പിടിയിൽ അമർന്നിരിക്കുകയാണ് യുവലോകം. തിരുവനന്തപുരത്ത് നിന്ന് നാം കേട്ട വാർത്ത, ഒരു മകൻ കുടുംബത്തിലെ 5 പേരെ ചുറ്റിക കൊണ്ട് നിർദ്ദയം തലക്കടിച്ച് കൊന്നു. പെറ്റ മാതാവിനെ ഇതേ രൂപത്തിൽ മർദ്ദിച്ച് ജീവച്ഛവമാക്കി. സമാനമായ ഒരു സംഭവം ഒരു മാസത്തിനു മുമ്പ് കോഴിക്കോടിനടുത്ത താമരശ്ശേരിയിലും സംഭവിച്ചു. മകൻ ഉമ്മയുടെ കഴുത്തറുത്ത് കൊന്നു. ഇവയെല്ലാം മയക്കുമരുന്നിൻ്റെ അടിമകളായി കഴിഞ്ഞ മക്കളുടെ വിക്രിയകളാണ് എന്ന് ഒരു വേള പറഞ്ഞു തള്ളാമെങ്കിലും നാം ഓരോരുത്തരുടെയും വീടകങ്ങളിൽ ഇത് ഒരു തിക്ത യാഥാർത്ഥ്യമായി പത്തി വിടർത്തി ആടിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിലെ സാഹചര്യം ആ രൂപത്തിലാണ് നീങ്ങുന്നത്. മദ്യവും മയക്കുമരുന്നും നിർലോഭം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറി. യുവാക്കൾ അവയുടെ പിടുത്തത്തിൽ അമർന്നു കഴിഞ്ഞു. സ്കൂളിൽ പഠിക്കുന്ന നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും മയക്കുമരുന്നിന്റെ ഏജന്റുകളാക്കി മാറ്റാൻ ഈ വിപണിയിലെ വമ്പൻ സ്രാവുകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ദുഃഖം. നമ്മുടെ കണ്ണ് തുറപ്പിക്കണം ഈ യാഥാർത്ഥ്യം. ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ മുഖ്യപ്രതികളായി വരുന്നത് മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാരാണ് എന്നുള്ളത് നാം ഓരോരുത്തരുടെയും ഹൃദയത്തെ കീറിമുറിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇസ്ലാമോഫോബിയ ഒരു തലത്തിൽ തിമിർത്താടുമ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കും മുസ്ലിംകളുടെ വിരോധികൾക്കും പറഞ്ഞ് രസിക്കാനും കളിയാക്കി ചിരിക്കാനുമുള്ള വക നമ്മുടെ സമുദായം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സന്ദർഭത്തിൽ മദ്യം, മയക്കുമരുന്ന്, ലഹരി പദാർത്ഥങ്ങൾ ഇവയെ സംബന്ധിച്ചുള്ള വ്യക്തമായ ബോധം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ മാതാപിതാക്കൾ ബോധവാന്മാരാവണം. നമ്മുടെ മഹല്ലിന്റെ ഭരണാധികാരികൾ ബോധവാന്മാരാവണം. മുസ്ലിം ബഹുജനങ്ങൾ ബോധവാന്മാരാവണം. രക്ഷിതാക്കൾ വ്യക്തമായ ബോധം കൈവരിക്കണം. ഭാവി തലമുറ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ശുഭസൂചകമായ വാർത്തകളല്ല കൊണ്ടുവരുന്നത്. നാശത്തിന്റെ വക്കിലാണ് നാം. ഇവയെല്ലാം കൈപ്പറ്റ യാഥാർത്ഥ്യങ്ങളായി മുമ്പിൽ നിറഞ്ഞാടുമ്പോഴും മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരും നേതാക്കളും നിസ്സാരമായ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖകരമായ ആത്മഹത്യാപരമായ കാഴ്ചക്ക് നാം സാക്ഷികളാവുകയാണ്. എന്താണ് മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്? വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും നശിപ്പിക്കുമത്. നമ്മുടെ സ്വഭാവത്തെ മാറ്റിമറിക്കും. ബുദ്ധിശക്തിയെയും ചിന്താ ശക്തിയെയും നശിപ്പിക്കും. കുറ്റങ്ങളിലേക്കും വിധ്വംസക പ്രവർത്തനങ്ങളിലേക്കും
പീഡനങ്ങളിലേക്കും ഭേദ്യങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്കും അത് കുട്ടികളെ നയിച്ചുകൊണ്ടുപോകും. വീട്ടിലും കുടുംബത്തിലും സമൂഹത്തിലും ഇതിന്റെ ദുഃഖകരമായ അനുഭവങ്ങൾ നാം കാണേണ്ടി വരും. വ്യക്തിയിൽ വിഷാദ ചിന്തകൾ അത് വളർത്തും, അന്യതാബോധം ഉണ്ടാക്കും, ശത്രുതയും പകയും സൃഷ്ടിക്കും. ദേഷ്യം, വൈരാഗ്യം, നന്മകളോടുള്ള വിരക്തി, ലഹരി പദാർത്ഥങ്ങളോടുള്ള ആസക്തി, അങ്ങനെ ഒറ്റപ്പെടൽ ചിന്തയിൽ ആൾക്കൂട്ടത്തിൽ തനിയെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാക്കും. നാം അറിയണം, നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾ, നമ്മുടെ കുടുംബത്തിലെ യുവാക്കളും യുവതികളും മയക്കുമരുന്നിന് അടിമയാണോ എന്ന് പരിശോധിച്ചറിയാൻ ചില ലക്ഷണങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അമിതമായ ഉറക്കം, മാനസികാസ്വാസ്ഥ്യം, പരിഭ്രമം, വിഭ്രാന്തി, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കൽ, ഏകാന്തത ഇഷ്ടപ്പെടൽ, സംശയകരമായ ബന്ധങ്ങളും കോണ്ടാക്റ്റുകളും, അവിചാരിതമായി അവരുടെ മുറിയിലേക്ക് കയറി ചെന്നാൽ ദേഷ്യപ്പെടലും മൊബൈൽ ഫോൺ ഓഫാക്കലും, അപരിചിതരായ സ്നേഹിതന്മാരുടെ സാന്നിധ്യം, നിർലോഭം ചെലവഴിക്കാൻ പണം കിട്ടൽ, പണം കിട്ടാതാകുമ്പോൾ മോഷണത്തിലേക്ക് വഴിതിരിയൽ, ഇവയൊക്കെയാണ് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ. സ്വഭാവം മാറും, ദേഷ്യമായിരിക്കും എല്ലാ സന്ദർഭത്തിലും. സാമൂഹിക മനഃശാസ്ത്രജ്ഞന്മാർ ഈ വിഷയം വിശകലനം ചെയ്തുകൊണ്ട് പറഞ്ഞത്, അവരെ ബാധിക്കുന്ന മാനസികാവസ്ഥയെ സംബന്ധിച്ച് അപഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ് അനാൾജീസിയ എന്ന് പറയുന്ന വികാരം. അതായത് വേദന തോന്നാത്ത അവസ്ഥ. ശരീരത്തെ നിർദ്ദയമായി പീഡിപ്പിച്ചാലും മർദ്ദിച്ചാലും ഭേദ്യമേൽപ്പിച്ചാലും വേദന തോന്നാത്ത അവസ്ഥയിലായിരിക്കും അവർ. സെഡേഷൻ, ഒരുതരം മയക്കം ഏത് സമയത്തും. യൂഫോറിയ, അമിതമായ ആഹ്ലാദം, അമിതമായ പൊട്ടിച്ചിരി, അമിതമായ കരച്ചിൽ, അമിതമായ സങ്കടപ്പെടൽ, ശ്വാസം മന്ദഗതിയിലാവൽ, ഛർദി, ശരീരത്തിൽ വിറയൽ, ചൊറിച്ചിൽ, മലബന്ധം, പരിസരത്തുള്ള ആളുകളെ ശ്രദ്ധിക്കാതെ വിദൂരതയിൽ കണ്ണു നട്ടിരിക്കൽ, ഇവയൊക്കെ മയക്കുമരുന്നിന് അടിമയാകുന്ന കുട്ടികളുടെ യുവാക്കളുടെ ലക്ഷണമായി മനഃശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇവ? പണ്ടൊക്കെ ചാരായവും കള്ളുമൊക്കെ ആയിരുന്നു സമൂഹത്തിലെ അഭിശപ്തമായ ലഹരി പദാർത്ഥങ്ങൾ. ഇന്ന് അവിടെ നിന്ന് അങ്ങോട്ട് പോയി നമുക്ക് പേര് കിട്ടാത്ത രാസപദാർത്ഥങ്ങളിൽ അഭിരമിക്കുകയാണ് യുവാക്കന്മാർ. സസ്യങ്ങൾ, ഗുളികകൾ, പാനീയങ്ങൾ, വാസനിക്കൽ, ഇഞ്ചക്ഷൻ, കറുപ്പ്, കഞ്ചാവ്, മോർഫിയ, നിക്കോട്ടിൻ, കൊക്കോയ്, ഉത്തേജന മരുന്നുകൾ, ഉറക്ക ഗുളികകൾ, മയക്കുമരുന്നിന്റെ ഗുളികകൾ, അങ്ങനെ തുടങ്ങി കൊഡൈൻ, ഫെന്റാലിൻ, ഹൈഡ്രോകൊഡോൺ, ഹൈഡ്രോമോർഫൈൻ, ഡിമറോൾ, മെത്തഡോൺ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പദാർത്ഥങ്ങൾ മാർക്കറ്റിൽ ലഭ്യമാണ്. നാവിനടിയിൽ സ്റ്റാമ്പ് ഒട്ടിച്ച് വെച്ച് മുട്ടായിയാണെന്ന ഭാവേന കുട്ടികൾ നുണച്ചിറക്കുന്ന പദാർത്ഥങ്ങൾ വരെ സ്കൂളുകളിൽ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്ന സംഭവം നാം അറിയാതെ പോകരുത്. നമ്മുടെ കുട്ടികൾ മുട്ടായിയായും മധുരപദാർത്ഥമായും കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളിൽ മയക്കുമരുന്നിന്റെ അംശങ്ങൾ ചേർത്തിട്ടുണ്ട്. അത് കഴിച്ച് കഴിച്ച് കുട്ടികൾ അടിമയായി തീരും. കുട്ടികൾ വളർന്നു വലുതാകുമ്പോൾ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ കുട്ടി അസ്വസ്ഥമാകുന്ന ഒരവസ്ഥയിലേക്ക് സംഗതികൾ വഷളായിട്ടുണ്ട് എന്നാണ് വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട അധികാരികൾ നമ്മോട് പറയുന്നത്. എന്താണ് ഇസ്ലാം ഇതിനെ സംബന്ധിച്ച് പറയുന്നത്? എന്തിനു വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്? നബി തിരുമേനിയുടെ ദൗത്യം വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു,
വയുഹില്ലു ലഹുമുത് തയ്യിബാത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ. എല്ലാ നല്ല പദാർത്ഥങ്ങളും അവർക്ക് ഹലാലാക്കി കൊടുക്കുന്ന പ്രവാചകൻ, എല്ലാ ചീത്ത സംഗതികളും ദുഷിച്ച വസ്തുക്കളും മ്ലേച്ഛ പ്രവൃത്തികളും അവർക്ക് നിഷിദ്ധമാക്കുന്ന പ്രവാചകൻ. ലോകമെങ്ങും ലഹരി പദാർത്ഥങ്ങൾ തടയാൻ, മദ്യവർജനം നടപ്പാക്കാൻ കോടിക്കണക്കായ രൂപ ചെലവഴിച്ചുകൊണ്ട് ശ്രമങ്ങൾ നടത്തിയിട്ടും അത് ഫലം കാണുന്നില്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രമല്ല, നമ്മുടെ വികസന രാജ്യങ്ങളിലും ഏഷ്യയിലും മുസ്ലിം രാജ്യങ്ങളിൽ പോലും മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ഉപഭോഗം കൂടിക്കൊണ്ടുവരികയാണ്. ഇവയുടെ മാരകമായ ഭവിഷ്യത്തുകൾ മുൻനിർത്തിയാണ് ചില അറബ് രാജ്യങ്ങൾ മയക്കുമരുന്ന് വിപണനത്തിനും വ്യാപാരത്തിനും കൈകാര്യം ചെയ്യുന്നതിനും വധശിക്ഷ വരെയുള്ള നടപടികൾ ശക്തമാക്കിയത്. നമ്മുടെ നാട്ടിൽ പക്ഷേ കാശ് കൊടുത്താൽ രക്ഷപ്പെട്ടു പോരാ. രാഷ്ട്രീയക്കാർ, മതസംഘടനാ നേതാക്കന്മാർ എല്ലാവരും ഇതിന്റെ ഏജന്റുമാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കോടിക്കണക്കായ പണം നിർലോഭം കയ്യിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഭാവി തലമുറയെ ഇതേത് രൂപത്തിൽ നശിപ്പിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ഉത്കണ്ഠയുമില്ല. തങ്ങളുടെ ചോരയിൽ പിറന്ന മക്കൾ പോലും ലഹരിക്കടിപ്പെട്ട് കഴിഞ്ഞാൽ നിസ്സഹായരായി നിലവിളിക്കാനേ അവർക്ക് സാധിക്കുന്നുള്ളൂ. കാരണം തങ്ങൾ വിതച്ചതാകുന്നു കൊയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ മക്കളെ അപകടത്തിലാഴ്ത്തുവാൻ ഏതെല്ലാം ശ്രമങ്ങൾ നാം നടത്തിക്കൊണ്ടിരിക്കുന്നുവോ അവയുടെ കെണിയിൽ സ്വന്തം മക്കൾ ചെന്ന് വീഴുന്ന ദുസ്ഥിതി കാണുമ്പോൾ വിലപിക്കാനും നെഞ്ചത്തടിക്കുവാനും വാവിട്ട് നിലവിളിക്കാനും മാത്രമേ രക്ഷിതാക്കൾക്ക് സാധിക്കുന്നുള്ളൂ. ഒരു യാഥാർത്ഥ്യമാണ്. മദ്യവർജനത്തിന്റെ വിഷയത്തിൽ ലോകം പരാജയപ്പെടുമ്പോൾ മദ്യത്തിന്റെ മദ്യത്തിൽ നാരികളെ കൊണ്ട് നാഗലോകം സൃഷ്ടിച്ചിരുന്ന ഒരു വിഭാഗം അറബികളായിരുന്നു ജാഹിലിയ കാലത്ത് ജീവിച്ചത്. അവർ ഇസ്ലാം കള്ളിന്റെയും ചാരായത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ശത്രുക്കളാക്കി മാറ്റി. അതിനെ അവർ വർജിച്ചു. തൊട്ടുനോക്കാൻ പോലും ഭയപ്പെടുന്ന വസ്തുവാക്കി അതിനെ മാറ്റി. എങ്ങനെയാണ് ഇസ്ലാം അത് സാധിച്ചത്? ക്രമപ്രവൃത്തമായ രൂപത്തിൽ മനുഷ്യന്റെ മനസ്സിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചു അല്ലാഹു. മദ്യത്തോടുള്ള ആസക്തി കുറച്ചുകൊണ്ടുവന്നു. അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം ജനിപ്പിച്ചു. ഇവ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ദൂഷ്യങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തി. ഈ വിഷയത്തിൽ ആദ്യമായി ഇറങ്ങിയ ആയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. മദ്യനിരോധത്തിന്റെ വിഷയത്തിൽ ആദ്യമായി ഇറങ്ങിയ സൂക്തം വമിൻ സമറാത്തിൻ നഖീലി വൽ അനാബി തത്തഖിദൂന മിൻഹു സക്രൻ വരിസ്ഖൻ ഹസന. സൂറത്തുൻ നഹ്ലിലെ 67ാമത്തെ ആയത്താണ്. ഈത്തപ്പഴത്തിന്റെയും മുന്തിരിവള്ളികളുടെയും ഫലത്തിൽ നിന്ന് നിങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടാക്കും. അത് വാറ്റി നിങ്ങൾ ലഹരിയായി ഉപയോഗിക്കും. ഹസന, നല്ല ഭക്ഷണവും നിങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഈ വാറ്റുന്നത് നല്ലതല്ല എന്ന് ഖുർആൻ ആദ്യം പറഞ്ഞു വെക്കുകയാണ്. മനുഷ്യന്റെ മനസ്സിൽ മദ്യത്തോടുള്ള വിരക്തി ഉണ്ടാക്കാൻ ഈത്തപ്പഴത്തിന്റെയും മുന്തിരിയുടെയും ഫലത്തിൽ നിന്ന് വാറ്റിയെടുക്കുന്ന ചാരായം, ലഹരി പദാർത്ഥങ്ങൾ, മദ്യം, അത് നല്ലതല്ല, അത് ചീത്ത വിഭവമാകുന്നു എന്നുള്ള ചിന്തയാണ് പരിശുദ്ധ ഖുർആൻ ആദ്യമായി മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. തത്തഖിദൂന മിൻഹു സക്കറാ, നിങ്ങൾ അവയിൽ നിന്നും ബുദ്ധി മായിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നു. വരിസ്ഖൻ ഹസന, നല്ല ഭക്ഷണവും നിങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ലഹരി പദാർത്ഥം നല്ല ഭക്ഷണമല്ല എന്ന് ഖുർആൻ ആദ്യമായി ദ്യോതിപ്പിച്ചു. അതാദ്യത്തെ സൂചനയാണ്. സത്യവിശ്വാസിയുടെ മനസ്സിൽ അതിനോടുള്ള വിരക്തി ഉണ്ടാക്കിയെടുത്തു ഇസ്ലാം. ആദ്യത്തെ ഘട്ടമാണ്. കാരണം മദ്യമില്ലാതെ കണ്ട് ജീവിക്കാൻ കഴിയാത്ത ഒരു സമൂഹമായിരുന്നു അവർ. വൈൻ, വാർ, വിമൻ, 3Ws എന്ന് പറയുന്ന 3 ഉപാധികളായിരുന്നു ജീവിതം. വൈൻ,
സ്ത്രീ, യുദ്ധം, ഇത് മൂന്നുമായിരുന്നു ജാഹിലിയ സമൂഹത്തെ നയിച്ച വികാരങ്ങൾ. അതിൽ നിന്നും ഇസ്ലാം അവരെ മോചിപ്പിച്ചെടുത്തു. അതിന്റെ ആദ്യപടിയായിരുന്നു ഈ ആയത്ത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, കുറേ സഹാബിമാരും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് പറയുകയാണ് വന്നിട്ട്, യാ റസൂലല്ലാഹ് അഫ്തിനാ ഫിൽ ഖംർ, റസൂലേ, മദ്യത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് താങ്കൾ ഒരു ഫത്വ തരണം. ഫഇന്നഹാ മുദിഹബത്തുൽ ലിൽ അഖൽ, കാരണം അത് കുടിക്കുന്നതോടുകൂടി ഞങ്ങളല്ലാതായി പോകുന്നു, ബുദ്ധി മറഞ്ഞു പോകുന്നു. വമസ്ലബത്തുൽ ലിൽ മാൽ, ഞങ്ങളുടെ പണമൊക്കെ നശിപ്പിക്കുകയാണ് മദ്യം. ബുദ്ധി മറയുന്നു, പണം നശിപ്പിക്കുന്നു. ആ അഭ്യർത്ഥന വന്നപ്പോൾ പരിശുദ്ധ ഖുർആൻ അതിന് നൽകിയ മറുപടിയാണ് രണ്ടാമത്തെ ഘട്ടം. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ, അവർ താങ്കളോട് ചോദിക്കുന്നു മദ്യത്തെ സംബന്ധിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും. ഇത് രണ്ടുമല്ലേ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ മുഖ്യ ധനാഗമ മാർഗങ്ങൾ? ഇസ്ലാം എന്തൊന്നാണോ കൃത്യമായി എണ്ണി നിരോധിച്ചത്, അത് രണ്ടുമാകുന്നു നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ധനാഗമ മാർഗങ്ങൾ. ഇത് രണ്ടുമാണ് നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്നത്. രാവിലെ തൊഴിലിടത്തേക്ക് പോകുന്നതിന് പകരം ബസാറുകളിൽ നിരത്തി വെച്ച ഭാഗ്യക്കുറികളുടെയും ലോട്ടറികളുടെയും ടിക്കറ്റുകൾ വാങ്ങി ഭാഗ്യം പരീക്ഷിക്കുന്ന ജനതയായി മാറിക്കഴിഞ്ഞു നാം. മദ്യത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുന്നു. നിർലോഭം മദ്യം കിട്ടുന്ന സമൂഹമായി മാറി. നേരത്തെ ഉണ്ടായിരുന്ന അതിനോടുള്ള എല്ലാത്തരം മറകളും ഭേദിച്ചു. ആർക്കും പച്ചവെള്ളം പോലെ കിട്ടാവുന്ന രൂപത്തിൽ, പച്ചവെള്ളത്തെക്കാൾ എളുപ്പമുള്ള രൂപത്തിൽ മദ്യം കിട്ടുന്ന അവസ്ഥയായി തീർന്നു. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ, മദ്യത്തെ സംബന്ധിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും അവർ താങ്കളോട് അന്വേഷിക്കുന്നു. ഖുൽ, നബിയെ പറയൂ, ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ്, അതിൽ ഗുരുതരമായ പാപത്തിന്റെ അംശമുണ്ട്. ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു വശം വേറെയുമുണ്ട്. സാമ്പത്തികമായ ലാഭമുണ്ടാവാം, കുറെ കാശ് കയ്യിൽ വരാം, ഇതുപോലെയുള്ള ഭൗതികമായ എന്തെങ്കിലും പ്രയോജനങ്ങൾ എണ്ണി പറയാം. പക്ഷേ വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, അത് രണ്ടിന്റെയും പ്രയോജനത്തെക്കാൾ ഏറ്റവും ഗുരുതരമാണ് അത് ഉണ്ടാക്കുന്ന ദോഷങ്ങളും പാപം. അതാണ് ഇസ്ലാം വളരെ കൃത്യമായ രൂപത്തിൽ സൂറത്തുൽ ബഖറയിൽ 219 സൂക്തത്തിൽ പറയുന്നത്. അത് രണ്ടാമത്തെ ഘട്ടമാണ്. അതിനെ സംബന്ധിച്ച് ജനമനസ്സുകളിൽ ഒരു വികാരമുണ്ടാക്കി, അതിനെതിരിൽ ഒരു മനോഭാവം ഉണ്ടാക്കി. അങ്ങനെ സഹാബികൾ മദ്യം കുടിച്ചുകൊണ്ടിരുന്നു. നമസ്കരിക്കും, പള്ളിയിൽ വരുന്നതിന് മുമ്പേ അവർ മദ്യം സേവിക്കും. കാരണം മദ്യത്തിലാണല്ലോ അവർ പുളച്ചു വളർന്നത്. അതില്ലാത്ത ഒരു നിമിഷം പോലും ആലോചിക്കാൻ വയ്യ. നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുമ്പോൾ മദ്യപിച്ചാണ് വരിക. അങ്ങനെ എന്ത് സംഭവിച്ചു? സഹാബിമാർ ഖുർആൻ ഓതുമ്പോൾ തെറ്റുകൾ സംഭവിച്ചു. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ അഅ്ബുദു മാ തഅ്ബുദൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ മാ അഅ്ബുദു മാ തഅ്ബുദു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സൂറത്തുൽ കാഫിറൂൻ ഓതുമ്പോൾ തെറ്റുകളുടെ പരമ്പര തന്നെ. എന്താ സംഭവം? നാവുറയ്ക്കുന്നില്ല, ബുദ്ധി മറഞ്ഞിരിക്കുകയാണ്, പറയുന്ന കാര്യങ്ങൾ തിരിയുന്നില്ല. ഇങ്ങനെ മനുഷ്യന്റെ ബുദ്ധി മറയ്ക്കുന്ന, ആശയക്കുഴപ്പമുണ്ടാക്കുന്ന, ലഹരിയുണ്ടാക്കുന്ന ഇത്തരം പദാർത്ഥങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഭൂഷണമല്ല എന്നുള്ള ചിന്തയാകുന്നു മൂന്നാമത്തെ ഘട്ടത്തിൽ ഇസ്ലാം നൽകുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തഖറബുസ് സ്വലാത വഅൻതും സുകാറാ, ലഹരി ബാധിച്ചവരായ നിലയിൽ നിങ്ങൾ നമസ്കാരത്തോട് അടുക്കാനോ സമീപിക്കാനോ പാടില്ല. ഹത്താ തഅലമൂ മാ തഖൂലൂൻ, നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യം വരാതെ കണ്ട് നിസ്കരിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ എന്ത് സംഭവിച്ചു? 5 നേരം കൃത്യമായി നമസ്കരിക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മദ്യപാനം പ്രശ്നമായി.
ളുഹർ നമസ്കാരത്തിന്റെയും അസ്ർ നമസ്കാരത്തിന്റെയും ഇടയിൽ മദ്യപാനം സാധ്യമല്ലാതെ വന്നു. കാരണം ളുഹർ നമസ്കരിക്കുന്ന വ്യക്തി മദ്യപിച്ചാൽ അസ്ർ നമസ്കാരത്തിന് വന്നാൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാകില്ല, തെറ്റിപ്പോകും. അസ്ർ നമസ്കാരത്തിന് കഴിഞ്ഞ് മഗ്രിബിന്റെ ഇടവേളയിൽ മദ്യപിച്ചാൽ മഗ്രിബ് നമസ്കാരം കുഴപ്പത്തിലാകും. മഗ്രിബ് കഴിഞ്ഞ് മദ്യപിച്ചാൽ ഇശാ നമസ്കാരം കിട്ടില്ല. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ മദ്യം സേവിച്ചാൽ സുബ്ഹ് നമസ്കാരം കഷ്ടമാകും. അപ്പോൾ നമസ്കാരത്തിന്റെ ഇടവേളകളിൽ മദ്യപിക്കാൻ കഴിയില്ല എന്ന ബോധം സമൂഹത്തിൽ ഉണ്ടാക്കിയപ്പോൾ മദ്യത്തോടുള്ള ഒരു വിരക്തി അവരുടെ മനസ്സിൽ ഇസ്ലാം വളർത്തി. വല്ലാത്ത പരീക്ഷണമാണല്ലോ അത്. ഇസ്ലാം ഏത് രൂപത്തിലാണ് ആ മനസ്സുകളെ സംസ്കരിച്ചത്? അങ്ങനെ ഇരിക്കെയാണ് ഉത്ബാൻ ഇബ്നു മാലിക് എന്ന് പറയുന്ന സഹാബിയുടെ വീട്ടിൽ ഒരു മദ്യസൽക്കാരം. അതിൽ ആരൊക്കെയാ പങ്കെടുത്തത്? സഅദ് ഇബ്നു അബീ വഖാസ്, ഹംസ റളിയല്ലാഹു അൻഹു. അതിനെ സംബന്ധിച്ച് ഉമർ പറയാണ്, അവരെല്ലാവരും കുടിച്ച് കൂത്താടി, മദ്യപിച്ചു. മദ്യത്തിന്റെ ലഹരിയിൽ പറയുന്ന ഒരുപാട് കവിതകൾ ചൊല്ലി പഴയ ജാഹിലിയ കാലത്തെ വീരേതിഹാസങ്ങൾ അയവിറക്കി നേരം വെളുക്കുവോളം കുടിച്ച് കൂത്താടിയവർ. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ബയ്യിൻ ഫിൽ ഖംരി ബയാനൻ ഷാഫിയ. പടച്ചവനെ, മദ്യത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് മനസ്സിന് സംതൃപ്തിയേകുന്ന ഒരു അന്തിമ പരിഹാരം ഉണ്ടാക്കി തരണമേ. ഇനി ഞങ്ങൾക്ക് അതിലേക്ക് മടങ്ങാൻ വയ്യ. അതിന്റെ ദൂഷ്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി. അതിൽ ഞങ്ങൾക്ക് തൃപ്തികരമായ ഒരു പരിഹാരം ഉണ്ടാക്കി തരണമേ എന്ന് സഹാബിമാർ പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് സൂറത്തുൽ മാഇദയിലെ അവസാനത്തെ വിളംബരം അല്ലാഹു പുറപ്പെടുവിച്ചത്. അവസാനമായിട്ടുള്ള വിളംബരമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. നിങ്ങളുടെ മദ്യം, ചൂതാട്ടം, പ്രശ്നം വെക്കൽ, ഭാഗ്യപരീക്ഷണങ്ങൾ, ഇവയൊക്കെ പൈശാചികമായ വൃത്തികളാണ്. ഫജ്തനിബൂഹു, നിങ്ങൾ അത് വർജിക്കണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, അതാണ് നിങ്ങൾക്ക് വിജയിക്കാനുള്ള മാർഗം. ഇഹലോകം നഷ്ടപ്പെടും, പരലോകം നഷ്ടപ്പെടും, കുടുംബം നഷ്ടപ്പെടും, മാതാപിതാക്കന്മാർ നഷ്ടപ്പെടും, കൊലയാളികളുമായി മാറും. നിങ്ങൾ ബോധമില്ലാതെ കണ്ട് ഉറ്റവരെയും ഉടയവരെയും കൊന്നു തള്ളുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ അധപ്പതിച്ചു പോകും. നിങ്ങൾ വിജയിക്കാൻ ആവശ്യം ഇത് വർജിക്കുകയാണ്. ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബാഗ്ളാഅ ഫിൽ ഖംരി വൽ മൈസിർ. ഈ ചൂതാട്ടത്തിലൂടെയും മദ്യത്തിലൂടെയും നിങ്ങളുടെ മനസ്സുകളിൽ മത്സരം, ശത്രുത, അവയെല്ലാം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് പിശാച് ആഗ്രഹിക്കുന്നത്. വയസുദ്ദക്കും അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഹൃദയത്തിൽ നിന്നും തിരോഭവിക്കാനും പിശാച് ആഗ്രഹിക്കുന്നു. നമസ്കാരത്തിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് സാധിക്കാത്ത രൂപത്തിൽ നിങ്ങൾ മദ്യാസക്തരായി ഉന്മത്തരായി തീരും. നിങ്ങൾ വർജിക്കുന്നുണ്ടോ? അതിന്റെ ചോദ്യമാണ്. നിങ്ങൾ വർജിക്കാൻ തയ്യാറുണ്ടോ? അവസാനത്തെ ചോദ്യമാണിത്. നിങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത സഹാബിമാരുടെ സമൂഹം ഒരു വാക്ക് പറഞ്ഞു, നഅം ഇൻതഹൈനാ ഇൻതഹൈനാ, അതെ, ഞങ്ങൾ വർജിച്ചു കഴിഞ്ഞിരിക്കുന്നു, വർജിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചുണ്ടോടടുപ്പിച്ച മദ്യത്തിന്റെ പാത്രങ്ങൾ വലിച്ചെറിഞ്ഞു അവർ. അറേബ്യൻ തെരുവീതികളിലൂടെ മദ്യം ചാലിട്ടൊഴുകി. പിന്നെ തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത രൂപത്തിൽ മദ്യത്തിന് ശത്രുക്കളായി തീർന്നു അവർ. ഈ മഹത്തായ പരിവർത്തനം വരുത്താൻ ഇസ്ലാമിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളിലും ബില്യൺ കണക്കിൽ ഡോളറുകൾ ഈ വിഷയത്തിൽ വാസ്തവത്തിൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും ഒരൊറ്റ പ്രാവശ്യം പോലും അതിൽ വിജയിക്കാൻ ആ രാജ്യങ്ങൾക്കൊന്നും കഴിഞ്ഞില്ല. മദ്യത്തിന് പിടിയിലാകുന്നു അവർ, ലഹരി മരുന്നിന്റെ പിടിയിലാകുന്നു അവർ, കുടുംബബന്ധം തകർന്നു കഴിഞ്ഞിരിക്കുന്നു.
ഈ രൂപത്തിലെല്ലാം ഒരു സമൂഹം അധപ്പതിക്കുമ്പോൾ തീർച്ചയായും അവർക്ക് അതിജീവനത്തിന് സാധ്യമല്ല എന്ന് നമ്മുടെ രാജ്യത്തെ അനുഭവങ്ങൾ വിളിച്ചോതുകയാണ്. എന്താണ് സമൂഹത്തിൽ ഇത് വ്യാപകമാവാൻ കാരണം? തിരുവനന്തപുരത്തുള്ള യുവാവിനെ പോലെ, താമരശ്ശേരിയിലെ യുവാവിനെ പോലെ, അതുപോലെയുള്ള നൂറുകണക്കിൽ യുവാക്കളെ സൃഷ്ടിക്കാൻ എന്ത് രൂപത്തിലാണ് ഈ സാഹചര്യങ്ങൾ ഒരുങ്ങുന്നത്? നമ്മൾ ചിന്തിക്കണം. പ്രധാന കാരണങ്ങൾ ചീത്ത കൂട്ടുകെട്ട്, മക്കളുടെ ചീത്ത കൂട്ടുകെട്ട്. മക്കൾ ആരോടാണ് കൂട്ടുകൂടുന്നത് നമ്മൾ അറിയണം. മദ്യപന്മാരാണോ? ലഹരി ഉപയോഗിക്കുന്നവരാണോ? ചീത്ത വീട്ടിൽ വളർന്നവരാണോ? നമസ്കാരത്തിന് നിങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നവരാണോ? നിങ്ങളെ വൈകുന്നേരം കള്ളുഷാപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നവരാണോ? നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മക്കൾ ആരോടാണ് കൂട്ടുകൂടുന്നത് എന്ന് വ്യക്തമായ ബോധ്യം നമുക്ക് വേണം. ആരെങ്കിലും മക്കളെ കുറിച്ച് പറയുമ്പോൾ എന്റെ മക്കൾ അങ്ങനൊന്നുമല്ല, എന്റെ മക്കൾ വളരെ നല്ല മക്കളാ എന്നുള്ള ഒരു സാക്ഷ്യപത്രം കൊടുത്തുകൊണ്ട് നമ്മൾ സമാധാനപ്പെടും. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരികളോടും പറയുന്നത്, ഒരു കാലഘട്ടത്തിൽ ആശ്വസിക്കാമായിരുന്നു. പക്ഷേ നമ്മുടെ മക്കളെ ഇപ്പോൾ ഭരിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. അയൽപക്കത്തുള്ള സ്നേഹിതന്മാരല്ല, കുടുംബത്തിലെ കൂട്ടുകാരല്ല, വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിൽ, അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഏതെല്ലാം ബന്ധങ്ങളുണ്ടോ അവരുമായി കൂട്ടുകൂടി ചിന്തകളെയും ബുദ്ധിയെയും നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് മക്കൾ. മക്കൾ ഇന്റർനെറ്റിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആയിരക്കണക്കായ നാഴിക ദൂരെ ഇരിക്കുന്ന കുട്ടികളുമായി ഗെയിമിൽ ഏർപ്പെടുകയും ആത്മഹത്യയിലേക്ക് അവർ കഴുത്തി വെച്ചു കൊടുക്കുകയും ചെയ്യുന്നു. വിഷാദരോഗം അവരിൽ ഉണ്ടാവുന്നു. ഭക്ഷണത്തോട് ആസക്തി കുറയുന്നു. മാതാപിതാക്കന്മാരുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു. പെങ്ങന്മാരില്ല, സഹോദരങ്ങളില്ല, കൂടപ്പിറപ്പുകളില്ല, അവരാരുമില്ലാത്ത രൂപത്തിൽ ഈ മകൻ ഒറ്റപ്പെട്ട അന്യനായി കഴിയുന്ന അവസ്ഥയിൽ വീട്ടിൽ അവൻ വാസ്തവത്തിൽ ഒരു ശാപമായി തീരുകയാണ്. അവന്റെ സാന്നിധ്യം മാതാപിതാക്കന്മാർക്ക് പേടിയാണ്. അവനോട് സംസാരിക്കാൻ ഭയമാണ്. ഇടപെടാൻ അങ്ങേയറ്റം ഭീതിയാണ്. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണിത്. ശാരീരികമായും ബുദ്ധിപരമായുമുള്ള കഴിവ് വർദ്ധിക്കും ലഹരി പദാർത്ഥങ്ങളാൽ എന്നുള്ള തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുകയാണ്. മാതാപിതാക്കൾ അശ്രദ്ധരാണ്. വിവാഹമോചനത്തിൽ കലാശിക്കുന്ന കുടുംബ ബന്ധങ്ങൾ, മാതാപിതാക്കന്മാർ തമ്മിലെ കലഹം, അവർ തമ്മിലെ ശത്രുത, മാതാവ് പിതാവിനെയും പിതാവ് മാതാവിനെയും സംശയിക്കുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള തിക്താനുഭവങ്ങളിൽ നിന്ന് വീട് നരകമായി തീരുമ്പോൾ അതിൽ നിന്നുള്ള ഒളിച്ചോട്ടമായി കൊണ്ട് മദ്യത്തിന്റെ മടിയിൽ തലചായിക്കുന്നു ചെറുപ്പക്കാർ. അതിനൊക്കെ പുറമെയാണ് നമ്മുടെ പ്രക്ഷേപണ മാധ്യമങ്ങൾ, സിനിമകൾ, ചാനലുകൾ, നാടകങ്ങൾ, ഫിലിമുകൾ, അങ്ങനെ എന്തെല്ലാം ബുദ്ധിയെ സ്വാധീനിക്കുന്ന മാധ്യമങ്ങളുണ്ടോ അവയെല്ലാം ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന ഘടകങ്ങളാകുന്നു. അവയുടെ പിടിയിൽ അമരുന്ന ചെറുപ്പക്കാർക്ക് മുക്തിയില്ല, മോചനമില്ല. റേഡിയോക്ക് പങ്കുണ്ട്, ടെലിവിഷന് പങ്കുണ്ട്, ഇന്റർനെറ്റിന് പങ്കുണ്ട്, സോഷ്യൽ മീഡിയക്ക് പങ്കുണ്ട്, അശ്ലീല സിനിമകൾ അവർക്ക് പങ്കുണ്ട്. എന്താണ് നമ്മുടെ മക്കൾ കാണുന്നത്, കേൾക്കുന്നത് എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. നമ്മുടെ പിടിയിലല്ല അവർ. നമ്മൾ പുതിയ നിയന്ത്രണത്തിലേക്ക് അവരെ കൊണ്ടുവരേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രഖ്യാപിച്ചു, മദ്യമെന്ന് പറഞ്ഞാൽ വഹിയ മിൻ ഖംസ, 5 പദാർത്ഥങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. മുന്തിരി, ഈത്തപ്പഴം, തേന്, യവം, ഗോതമ്പ്, അങ്ങനെ തുടങ്ങിയുള്ള പദാർത്ഥങ്ങളിൽ നിന്നാണ് ഇത് മാറ്റിയെടുക്കുന്നത്. തിരുമേനി പറഞ്ഞു, വൽ ഖംറു, മദ്യമെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധിയെ മറയ്ക്കുന്ന, ബുദ്ധിയെ ഒരുതരം മറയിൽ ആക്കുന്നത്. നമ്മുടെ ബുദ്ധിക്ക് മറയിടുന്നത്, യാഥാർത്ഥ്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ നാം ഏതോ ഉന്മാദികളായിക്കൊണ്ട് ഏതോ ലോകത്തിങ്ങനെ സഞ്ചരിക്കുകയാണ്. ഇഞ്ചക്ഷൻ ചെയ്ത് ലഹരി പദാർത്ഥങ്ങൾ ഉള്ളിലേക്ക് കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഏതോ ലോകത്തെങ്ങനെ, ഒരു മായിക ലോകത്തെങ്ങനെ പാറി പാറി പറക്കുകയാണ്.
കഞ്ചാവടിക്കുന്ന കുട്ടികൾ നിങ്ങൾ മനസ്സിലാക്കണം, അവരിവിടെയല്ല ജീവിക്കുന്നത്, ഏതോ മായിക ലോകത്ത് അങ്ങനെ പറന്നിങ്ങനെ പോവുകയാണ്. ഒരു കൂട്ടർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, റസൂലേ, ഞങ്ങൾ വളരെ തണുത്ത ശൈത്യമുള്ള നാട്ടിലാണ് ജീവിക്കുന്നത്, കഠിനമായ ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത്, കഠിനമായ ശൈത്യമാണ് നാട്ടിൽ. ഞങ്ങൾ ഗോതമ്പ് വാറ്റിയിട്ട് ചാരായം ഉണ്ടാക്കും, അതുകൊണ്ട് ഞങ്ങൾക്ക് നന്നായി ജോലി ചെയ്യാൻ കഴിയും, ഞങ്ങളുടെ നാട്ടിൽ അത് അനിവാര്യമാണ്. നബി തിരുമേനി ചോദിക്കുന്നു, അത് നിങ്ങൾക്ക് ലഹരി ഉണ്ടാക്കുമോ? അതെ, ലഹരി ഉണ്ടാക്കും. അപ്പോൾ തിരുമേനി പറഞ്ഞു, ഫജ്തനിബൂഹു, അത് വർജിക്കണം നിങ്ങൾ. ഞാൻ പറഞ്ഞു, സഹാബി പറയാണ്, ദൈലമുൽ ഹുമൈരി എന്ന് പറയുന്ന വ്യക്തി പറയാണ്, ജനങ്ങളത് മതിയാക്കുന്നില്ലല്ലോ, അത് ഉപേക്ഷിക്കാൻ തയ്യാറില്ല. നബി തിരുമേനി പറയുന്നു, ഫഇല്ലം യത്റുകുഹു ഫഖാതിലുഹും, അവർ അത് ഒഴിവാക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യണം. ഒരു കൂട്ടർ പറഞ്ഞു, ലഹരി പദാർത്ഥങ്ങൾ മെഡിസിന് വേണ്ടി ഉപയോഗിക്കും, മെഡിസിൻ മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. നബി തിരുമേനി പറഞ്ഞു, ഇന്നഹു ലൈസ ബിദ്ദവാ ഇന്നഹു ദാഉൻ, അത് മരുന്നല്ല, രോഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഹദീസിൽ പറഞ്ഞത് ഉമ്മുൽ ഖബായിസ്ന, എല്ലാത്തരം മ്ലേച്ഛവൃത്തികളുടെയും മാതാവാണ് കള്ള്. എല്ലാം ഉണ്ടാകും. നിങ്ങൾ കരുതും ലഘുവായൊരു വിഷയമാണ്, അല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറയാം. അദ്ദേഹം പറയുന്നു, ഇജ്തനിബുൽ ഖംറ ഫഇന്നഹു ഉമ്മുൽ ഖബായിസ്, നിങ്ങൾ മദ്യം വർജിക്കണം, കാരണം എല്ലാ തെറ്റുകുറ്റങ്ങളുടെയും മാതാവാകുന്നു അത്. എന്നിട്ട് അദ്ദേഹം ഒരു സംഭവം വിവരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു സംഭവം. നല്ല ആബിദായി ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ പള്ളിയിൽ നേരത്തിന് വരും, നമസ്കരിക്കും, നോമ്പുണ്ട്, അങ്ങനെ എല്ലാ നിലക്കും നല്ല മോനായി ജീവിച്ചു. ഒരു വേശ്യ സ്ത്രീക്ക് അവനിൽ ആസക്തിയുണ്ടായി. ആ സ്ത്രീ അവരെ പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. പരിചാരികയെ അവരയച്ചു. ആ ചെറുപ്പക്കാരനെ വരുത്തി. അവരുടെ അന്തപുരത്തിൽ സർവ്വ സൗകര്യങ്ങളോടും കൂടി വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിന്റെ അകത്തളത്തിലേക്ക് ആ സ്ത്രീ അവനെ വിളിച്ചുകൊണ്ട് പറയാണ്, ചെറുപ്പക്കാരനെ, 3 കാര്യം ഞാൻ നിന്നോട് പറയുന്നു, 3 നീ ചെയ്തേ പറ്റും, എന്തെങ്കിലും ചെയ്തേ പറ്റും. എന്നെ പ്രാപിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിച്ചത്, പരിചാരികയായി നിന്നെ ക്ഷണിച്ചത്, നീ എന്നെ പ്രാപിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നീ മദ്യപിക്കണം, അല്ലെങ്കിൽ ഈ കാണുന്ന ചെറുപ്പക്കാരനെ നീ കൊല്ലണം. എന്താ വേണ്ടതെന്ന് തീരുമാനിച്ചോളൂ, എന്താ വേണ്ടതെന്ന് തീരുമാനിച്ചോളൂ, ആ സ്ത്രീ ഇവനോട് പറയാം. അപ്പൊ യുവാവ് ആലോചിച്ചു, ഒരാളെ കൊല്ലുക ഭയങ്കര കുറ്റ, വ്യഭിചരിക്കുക അതിനേക്കാൾ വലിയ കുറ്റാണ്. അപ്പൊ ഏറ്റവും ചെറിയത് എന്ന് യുവാവ് ധരിച്ച മദ്യപാനം, ഞാൻ അല്പം മദ്യം സേവിച്ചു കൊള്ളാം, മറ്റൊന്നും എന്നോട് പറയരുതെന്ന് യുവാവ് പറഞ്ഞു. ശരി, ഞാൻ തൽക്കാലം എനിക്കൊരു കോപ്പ മദ്യം തരും. അങ്ങനെ കോപ്പയായി അവനെങ്ങനെ കുടിച്ചു. ലഹരി ബാധിതനായ അവൻ, സ്വന്തത്തെ തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലായി തീർന്നു. അവൻ ഉന്മാദിയായി ലഹരിയിലകപ്പെട്ടു. അവസാനം എന്താ സംഭവിച്ചത്? കള്ളു കുടിച്ച് ബോധം കെട്ട അവൻ ആ സ്ത്രീയെ പ്രാപിച്ചു, വ്യഭിചാരത്തിലായി. രണ്ടാമതെന്ത് ചെയ്തു? മദ്യം കുടിച്ച അവൻ ആ ചെറുപ്പക്കാരനെ കൊല്ലുകയും ചെയ്തു, കൊലപാതക കുറ്റം ചെയ്തു. മദ്യപാനം എന്തെല്ലാം ഉണ്ടാക്കി, സ്വന്തം മദ്യപിച്ചു, ആ സ്ത്രീയെ കൊന്നു, ആ സ്ത്രീയെ വ്യഭിചരിച്ചു, അതേപോലെ തന്നെ ആ ചെറുപ്പക്കാരനെ കൊല്ലുകയും ചെയ്തു. എന്നിട്ട് പറയുകയാണ്, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, മദ്യം എന്ന് പറഞ്ഞാൽ എല്ലാ കുറ്റങ്ങളുടെയും മാതാവാണ്. നമ്മൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. നമ്മുടെ യുവാക്കളെ, യുവതികളെ, കോളേജുകളിൽ പഠിക്കുന്ന യുവതികൾ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളായി DJ പാർട്ടികളിൽ പങ്കെടുക്കുന്ന ഒരുപാട് ദൃശ്യങ്ങൾ നമുക്ക് സമീപത്തുള്ള നഗരങ്ങളിൽ കാണുവാൻ സാധിച്ചു. എന്തിനു പറയുന്നു, നമ്മുടെ കല്യാണങ്ങൾ പോലും അങ്ങനെയല്ലേ. അന്യ സമുദായക്കാർ തങ്ങളുടെ വിവാഹ ചടങ്ങുകൾക്ക് കാണിക്കുന്ന പവിത്രത പോലും നമ്മുടെ സമൂഹത്തിൽ കാണാനില്ല.
നമ്മുടെ സമൂഹത്തിൽ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ കല്യാണ രാവുകളിൽ എന്തെല്ലാമാണ് നടക്കുന്നത്, എന്തെല്ലാം അധാർമികത, എന്തെല്ലാം അശ്ലീലത, എന്തെല്ലാം മദ്യപാനം, എന്തെല്ലാം ലഹരി പദാർത്ഥങ്ങൾ, എന്തെല്ലാം DJ പാർട്ടികൾ. ഇതൊക്കെ ഖൈറു ഉമ്മത്ത് എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിന്റെ പേരിൽ വാസ്തവത്തിൽ ആചരിക്കപ്പെടുമ്പോൾ നാം അറിയണം, ഇസ്ലാമിനെയാകുന്നു നാം അപകടത്തിൽപ്പെടുന്നത്. നമ്മൾ മാത്രമല്ല, ഇസ്ലാം പോലും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. നമ്മുടെ സമൂഹത്തെ വീണ്ടെടുക്കണം. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിൽ അമർന്നുപോയ സമൂഹത്തെ വീണ്ടെടുക്കണം. ബോധപൂർവമായ ശ്രമങ്ങൾ വേണം. മഹല്ലുകൾ അതിനാസൂത്രിതമായ പ്രചാരവേലകൾ നടത്തണം. മയക്കുമരുന്നിനെതിരിൽ വളരെ കർശനമായ സമീപനങ്ങളും നിലപാടുകളും സ്വീകരിക്കണം. ഇത്തരം ദുരനുഭവങ്ങൾ തിരുവനന്തപുരത്ത് പോലെയുണ്ടായ, കോഴിക്കോട്ടുണ്ടായ, അതുപോലെയുള്ള പല നഗരങ്ങളിലും ദിനേന എന്നോണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം സംഭവങ്ങൾ നമ്മുടെ കണ്ണ് തുറപ്പിക്കണം. നമ്മുടെ സമുദായത്തിലെ ചെറുപ്പക്കാരെ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ മഹല്ലുകൾ നടത്തണം, സംഘടനകൾ നടത്തണം. അങ്ങനെ വീട്ടിലും നാട്ടിലും സമൂഹത്തിലും ഗുണകരമാകുന്ന പ്രവർത്തനങ്ങളിൽ നമ്മുടെ യുവാക്കൾക്ക് ഏർപ്പെടുവാൻ സാധിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമൂഹത്തെ മോചിപ്പിച്ച് അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.